ആലുവയിൽ 40 പവൻ സ്വർണം നഷ്ടമായെന്ന കേസിൽ നിർണായക കണ്ടെത്തലുമായി ആലുവ പോലീസ്. പ്രശ്നങ്ങൾ മാറാൻ ആഭിചാരക്രിയ നടത്താമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. തൃശൂർ സ്വദേശിയായ ഉസ്താദ് അറസ്റ്റിൽ. വിവരങ്ങളുമായി ബീന റാണി ചേരുകയാണ്. ബീന, എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടന്നത്? നീലിമ, കഴിഞ്ഞ തിങ്കളാഴ്ചയാണ് ആലുവ ചെമ്പകശ്ശേരി ആശാൻ കോളനിയിൽ ആയത്ത് വീട്ടിൽ ഇബ്രാഹിം കുട്ടിയുടെ വീട് കുത്തിത്തുറന്ന് 8.5 ലക്ഷം രൂപയും 40 പവനും കവർന്നെന്ന് പോലീസിന് പരാതി ലഭിക്കുന്നത്. ഇയാൾ പഴയ വീടുകൾ പൊളിക്കുന്ന ഒരു ബിസിനസ്സുകാരനായിരുന്നു. അദ്ദേഹം രാവിലെ ജോലിക്ക് പോയി, ഉച്ചയ്ക്ക് ഭാര്യ ആശുപത്രി സംബന്ധമായ കാര്യങ്ങൾക്കും പോയി. വൈകിട്ട് എത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നതെന്നാണ് പോലീസിനെ ധരിപ്പിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ പോലീസിന് വളരെ നിർണായകമായ ഒരു വിവരം ലഭിച്ചിരിക്കുകയാണ്. അതായത് ആഭിചാരക്രിയ നടത്താമെന്നും പറഞ്ഞ് തൃശൂർ സ്വദേശിയായ ഒരു മുസ്ലിം പുരോഹിതൻ സ്വർണം തട്ടിയെടുക്കുകയായിരുന്നു. വീട്ടിലെ പ്രശ്നങ്ങൾ മാറാൻ ഇത്തരത്തിലൊരു ആഭിചാരക്രിയ നടത്താമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. എന്തായാലും അത് മാറ്റിയാൽ ഐശ്വര്യം വരുമെന്നാണ് ഇവരെ ധരിപ്പിച്ചിരുന്നത്. ഇബ്രാഹിം കുട്ടിയുടെ ഭാര്യയെ പറഞ്ഞു പറ്റിച്ചായിരുന്നു മോഷണമെന്നാണ് ഇപ്പോൾ പോലീസിന്റെ നിഗമനം. ഇയാളെ പിന്നീട് പോലീസ് അറസ്റ്റ് ചെയ്തു. ശരി ബീന, ആലുവയിൽ 40 പവൻ സ്വർണം നഷ്ടമായെന്ന കേസിൽ നിർണായക കണ്ടെത്തലുമായി ആലുവ പോലീസ് രംഗത്തെത്തിയിരിക്കുകയാണ്. പ്രശ്നങ്ങൾ മാറാൻ ആഭിചാരക്രിയ നടത്താമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്.